ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 23. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായങ്ങൾ 13-14 നാം ഇന്ന് വായിക്കുന്നത്. അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും അന്ത്യത്തായം മുതൽ യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ആരംഭം വരെയുള്ള സംഭവങ്ങളുമാണ് ഇന്നത്തെ വായനയുടെ സന്ദേശം. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം 13. ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച്. യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു, നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വലിയ സൗധങ്ങൾ. യേശു അവനോട് പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നീ കാണുന്നില്ലേ? എന്നാൽ ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. വേദനകളുടെ ആരംഭം. അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. യേശു അവരോട് പറയാൻ തുടങ്ങി, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വരും. അവർ അനേകരെ വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, യുദ്ധവാർത്തകളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അത് അവസാനമല്ല. ജനത ജനതയ്ക്കെതിരായും രാജ്യം രാജ്യത്തിനെതിരായും അണിനിരക്കും. പല സ്ഥലങ്ങളിലും ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. നിങ്ങളാകട്ടെ ജാഗരൂകരായിരിക്കുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വച്ച് നിങ്ങൾ പ്രഹരിക്കപ്പെടും. ദേശാധിപതികളോടെയും രാജാക്കന്മാരുടെയും മുൻപാകെ എന്നെ പ്രതി അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതെന്തോ അത് സംസാരിക്കുവാൻ. കാരണം നിങ്ങളല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്. സഹോദരൻ സഹോദരനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, പിതാവ് പുത്രനെയും. മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ തിരിയുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമത്തെ പ്രതി നിങ്ങൾ എല്ലാവരാലും വെറുക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഭീകര ദുരിതങ്ങളുടെ കാലം. വിനാശത്തിന്റെ മ്ലേച്ഛത നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യൂദായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലനം ചെയ്യുക. പുരമുകളിലായിരിക്കുന്നവർ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത്. വയലിലായിരിക്കുന്നവൻ തന്റെ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ഉണ്ടാകാനിടയില്ലാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ ദൈവം നിർണയിച്ച തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്ന് ആരെങ്കിലും അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വേദപ്രവാചകന്മാരും ഉയർന്നു വരും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. എന്നാൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രന്റെ ആഗമനം. എന്നാൽ ആ ക്ലേശങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ അതിന്റെ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവൻ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് ഒരു ഉപമ പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതായി തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നുപോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല.
സദാ ജാഗരൂകരായിരിക്കുവിൻ. എന്നാൽ ആ ദിവസത്തെയോ ആ മണിക്കൂറിനെയോ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. തന്റെ വീട് വിട്ട് യാത്ര പോകുന്ന ഒരുവൻ സേവകർക്ക് അധികാരവും ഓരോ ആൾക്കും അവന്റെ ജോലിയും നൽകുന്നതും വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിക്കുന്നതും പോലെയാണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി അവർ കാണാതിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായി പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം 14. യേശുവിനെ വധിക്കാൻ ആലോചന. 2 ദിവസങ്ങൾക്ക് ശേഷം പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളുമായിരുന്നു. യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയാണെന്ന് പുരോഹിത പ്രഭുവന്മാരും നിയമജ്ഞരും അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, ജനങ്ങൾ ബഹളമുണ്ടാക്കാതിരിക്കാൻ തിരുനാളിൽ വേണ്ട. ബഥാനിയായിലെ തൈലാഭിഷേകം. അവൻ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കെ ഒരു വെൺകൽ ഭരണിയിൽ വിലയേറിയ ശുദ്ധ നാർദിൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി പൊട്ടിച്ചു തുറന്ന് അവന്റെ ശിരസിൽ ഒഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു, ഈ തൈലം പാഴാക്കി കളഞ്ഞതെന്തിന്? കാരണം ഇത് 300-ലധികം ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ വിട്ടേക്കുക. എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല പ്രവൃത്തി ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ആഗ്രഹിക്കുമ്പോഴൊക്കെ അവർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കുകയില്ല. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുവോ അവിടെയെല്ലാം ഇവൾ ചെയ്തതും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. യൂദാസിന്റെ വഞ്ചന. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത അവനെ അവർ കുറ്റുകൊടുക്കാൻ വേണ്ടി പുരോഹിത പ്രഭുവന്മാരുടെ അടുത്ത് ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചു. അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ പറ്റിയ അവസരം പാർത്തിരുന്നു. പെസഹ ആചരിക്കുന്നു. പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം അവന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, നിനക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് എവിടെ പോയി ഞങ്ങൾ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ തന്റെ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ കാണും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുടെ അടുത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എന്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ അവരോട് പറഞ്ഞിരുന്ന പോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരെയും ഒരുമിച്ച് വന്നു. അവർ പന്തിയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരാകാനും ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി, ഞാനല്ലല്ലോ? അവൻ അവരോട് പറഞ്ഞു, 12-ൽ ഒരുവൻ, എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകുന്നു. എന്നാൽ ആരാൽ മനുഷ്യപുത്രൻ ഒറ്റുകൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവനും നന്നായിരുന്നു. പുതിയ ഉടമ്പടി. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, സ്വീകരിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എന്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ആ ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. യേശു അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിക്കപ്പെടും.
എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് ഈ രാത്രി തന്നെ കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും. അവൻ ആവർത്തിച്ചു പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നു. അവർ ഗെത്സമനി എന്നു പേരുള്ള സ്ഥലത്തെത്തി. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും തന്റെ കൂടെ കൊണ്ടുപോയി. ആകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ ആത്മാവ് മരണത്തോളം അതിദുഃഖിതമായിരിക്കുന്നു. നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കിടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആവാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതല്ല, പ്രത്യുത അങ്ങ് ആഗ്രഹിക്കുന്നത്. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് ശക്തിയില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവരെ ഉറങ്ങുന്നതായി കണ്ടു. എന്നാൽ അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ 3ാമതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഇറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയം വന്നെത്തിയിരിക്കുന്നു. ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ, എന്നെ ഒറ്റുകൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. യൂദാസ് ഒറ്റുകൊടുക്കുന്നു. ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 12 പേരിൽ ഒരുവനായ യൂദാസ് പുരോഹിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും ശ്രേഷ്ഠന്മാരുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി വന്ന ഒരു ജനക്കൂട്ടത്തിന്റെ കൂടെ അവിടെ എത്തി. അവന്റെ ഒറ്റുകാരൻ അവർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് കരുതലോടെ കൊണ്ടുപോയിക്കൊള്ളുക. അവൻ ഉടനെ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ചുംബിച്ചു. അപ്പോൾ അവർ അവനെ പിടിച്ചു ബന്ധിച്ചു. സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് ചോദിച്ചു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസം ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാക്കപ്പെടട്ടെ. അപ്പോൾ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവൻ പുതപ്പ് മാത്രമേ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ച് അവർ പുതപ്പ് അപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ അവർ യേശുവിനെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ശ്രേഷ്ഠന്മാരും നിയമജ്ഞരും ഒരുമിച്ചുകൂടി. പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവൻ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. പക്ഷേ അവർ കണ്ടെത്തിയില്ല. പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടിട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു, കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കും, കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയും അവരുടെ സാക്ഷ്യം പൊരുത്തപ്പെട്ടില്ല. പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു, ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും അവനോട് ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാനാകുന്നു. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ മരണാർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പാനും അവന്റെ മുഖം മറച്ച് മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാൻ തുടങ്ങി. ഭൃത്യന്മാർ അവനെ ചെകിട്ടത്തടിച്ച് ഏറ്റുവാങ്ങി. പത്രോസ് തള്ളിപ്പറയുന്നു. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന്
അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനോട് നോക്കി പറഞ്ഞു, നീയും നസ്രനായ യേശുവിന്റെ കൂടെയായിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നതെന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കലേക്ക് പോയി. അപ്പോൾ കോഴി കൂകി. ആ പരിചാരിക അവനെ കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് വീണ്ടും പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. അവൻ വീണ്ടും നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ വീണ്ടും പത്രോസിനോട് പറഞ്ഞു, സത്യമായും നീ അവരിൽ ഒരുവനാണ്, കാരണം നീയും ഗലീലക്കാരനാണല്ലോ. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂകി. കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു അവരോട് പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ് ക്രിസ്തു ഇന്ന് നമുക്ക് നൽകുന്ന പ്രധാന പാഠം. കഷ്ടതകളിലും ദൈവഹിതത്തിന് മുൻഗണന നൽകാൻ യേശുവിന്റെ പീഡാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.